السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് വിവരിക്കാൻ പോകുന്ന സഹാബിയുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ എന്നാണ്. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ ബന്ധം ഖുറൈശികളുടെ ഗോത്രമായ ബനു അബ്ദുദ്ദാറുമായിട്ടാണ്. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ സ്ഥാനപ്പേര് അബു അബ്ദുള്ള എന്നായിരുന്നു. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ സ്ഥാനം അബു മുഹമ്മദ് എന്നും വിവരിക്കപ്പെടുന്നു. ഹസ്രത്ത് മുസ്അബിന്റെ പിതാവിന്റെ പേര് ഉമൈർ ബിൻ ഹാഷിം എന്നും മാതാവിന്റെ പേര് ഖനാസ് ബിൻ മാലിക് എന്നുമായിരുന്നു. അവർ മക്കയിലെ വളരെ ധനികയായ ഒരു സ്ത്രീയായിരുന്നു. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ മാതാവ് അദ്ദേഹത്തെ വളർത്തിയത് വലിയ സമൃദ്ധിയോടും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടുമാണ്. അവർ അദ്ദേഹത്തിന് നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും നൽകുമായിരുന്നു. വളരെ ഉന്നതമായ മക്കയിലെ സുഗന്ധമാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഷൂ ഹസ്റുൽ മൗത്ത് പ്രദേശത്തുള്ളതായിരുന്നു. അത് ഹസ്റുൽ മൗത്ത് പറയുന്നത് അതിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഭാഗമാണ്. ധനികരായ ആളുകൾ ഉപയോഗിച്ചിരുന്ന ഷൂ ആയിരുന്നു അത്. വളരെ പ്രവിശാലമായ ഒരു പ്രദേശമാണ് ഹസ്റുൽ മൗത്ത് എന്നുള്ളത്. ഉന്നതമായ വസ്ത്രങ്ങൾ, ഉന്നതമായ സുഗന്ധം, ഷൂ വരെ അദ്ദേഹം പുറത്തുനിന്നാണ് വരുത്തിച്ചിരുന്നത്. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിന്റെ ഭാര്യയുടെ പേര് ഹംന ബിൻത് ഹജഷ് എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാന്യരായ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് സൈനബിന്റെ സഹോദരിയായിരുന്നു ഇവർ. സൈനബ് ബിൻത് ജഹഷിന്റെ സഹോദരിയായിരുന്നു. ഹംന ബിൻത് ജഹഷ് എന്നായിരുന്നു അവരുടെ പേര്. അവരിൽ നിന്നൊരു മകൾ സൈനബ് ജനിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിനെ സ്മരിക്കുമ്പോൾ പറയുമായിരുന്നു, ഞാൻ മുസ്അബിനേക്കാൾ സുന്ദരനായ, ഭംഗിയുള്ള, അനുഗ്രഹങ്ങളും സമൃദ്ധിയിലും ജീവിതം കഴിച്ചുകൂട്ടിയ ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല. ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ ഉന്നതരായ സഹാബാക്കളിൽപ്പെടുന്ന ആളായിരുന്നു. പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. സാബിഖീങ്ങളിൽ ഉൾപ്പെടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറുൽ അർക്കമിൽ തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചു. എന്നാൽ തന്റെ മാതാവ് അതുപോലെ തന്നെ സമൂഹത്തിന്റെ എതിർപ്പിനെ ഭയന്നുകൊണ്ട് അതിനെ രഹസ്യമാക്കി വെച്ചു. ഹസ്രത്ത് മുസ്അബ് രഹസ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരാകുമായിരുന്നു. ഒരിക്കൽ ഉസ്മാൻ ബിൻ അൽഹ അദ്ദേഹം നമസ്കരിക്കുന്നതായി കാണുകയുണ്ടായി. തന്റെ വീട്ടുകാരുടെ അടുത്തും അതുപോലെ തന്നെ ബന്ധുക്കളുടെ അടുത്തും മാതാപിതാക്കളുടെ അടുത്തു പോയി പറയുകയും ചെയ്തു.
മാതാപിതാക്കൾ അദ്ദേഹത്തെ തടവിലാക്കി. അദ്ദേഹം തടവിലായില്ല, അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഹിജ്രത്ത് ചെയ്ത് ഹബ്ഷയിൽ പോയി. അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം പുറത്തു വരികയും അവിടെ നിന്ന് ഹിജ്രത്ത് ചെയ്യുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം ചില മുഹാജിരീങ്ങൾ ഹബ്ഷയിൽ നിന്ന് തിരിച്ച് മക്കയിൽ വരികയുണ്ടായി. അപ്പോൾ മുസഅബ് ബിൻ ഉമൈറും അവരിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ അദ്ദേഹത്തിന്റെ മാതാവ് കണ്ടപ്പോൾ എതിർപ്പ് അവരുപേക്ഷിക്കുകയും ചെയ്തു. മകനെ അവന്റെ അവസ്ഥയിൽ വെറുതെ വിടുകയും ചെയ്തു. ഹദ്റത്ത് മുസഅബ് ബിൻ ഉമൈർ 2 ഹിജ്റത്ത് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ആദ്യം ഹബ്ഷയിലേക്കും പിന്നീട് മദീനയിലേക്കും അദ്ദേഹം ഹിജ്റത്ത് ചെയ്തു. ഹദ്റത്ത് സഅദ് ബിൻ അബി വക്കാസ് വിവരിക്കുന്നു, ഹദ്റത്ത് മുസഅബ് ബിൻ ഉമൈർ വളരെ സമൃദ്ധിയുടെ ജീവിതം അദ്ദേഹത്തിന്റേത് കണ്ടിട്ടുണ്ട്. മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം കണ്ടിട്ടുണ്ട്. ഇസ്ലാമിനു വേണ്ടി അദ്ദേഹം ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് തൊലി പാമ്പ് വള ഊരുന്നതുപോലെ ഉരിഞ്ഞു പോരുന്നതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ത്യാഗത്തിന്റെ അത്തരത്തിലുള്ള ഉന്നതമായ നിലവാരമായിരുന്നു അത്. ഒരു ദിവസം മുസഅബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വരികയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഹദ്റത്ത് മുസഅബ് ബിൻ ഉമൈർ തൊലി കൊണ്ട് തുന്നിയൊട്ടിച്ച വസ്ത്രങ്ങൾ ആണ് ധരിച്ചിരുന്നത്. ഒരു ഭാഗത്ത് ആ ഉന്നതമായ വസ്ത്രങ്ങൾ, മറുഭാഗത്ത് ഇസ്ലാമിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടി ത്യാഗം തോലി കൊണ്ട് തുന്നിയൊട്ടിച്ച വസ്ത്രങ്ങൾ ധരിച്ചു. അദ്ദേഹത്തെ കണ്ടപ്പോൾ സഹാബാക്കൾ തലകുനിച്ചു. അവരും മുസഅബ് ബിൻ ഉമൈറിന്റെ അവസ്ഥയുടെ മാറ്റത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഹദ്റത്ത് മുസഅബ് വന്ന് അവർക്ക് സലാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകി. അദ്ദേഹത്തെ വളരെ ഉന്നതമായ നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഭൗതികരായ ആളുകൾക്ക് അവരുടെ ഭൗതികത നിലനിൽക്കട്ടെ. എന്നാൽ ഞാൻ മുസഅബിനെ ആ ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. മക്ക നഗരത്തിൽ അദ്ദേഹത്തെക്കാൾ ധനികനായ അനുഗ്രഹമുള്ള മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മാതാപിതാക്കളോട് പ്രിയപ്പെട്ട മകനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോടുള്ള സ്നേഹം അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. അദ്ദേഹം ഇതെല്ലാം തന്നെ അല്ലാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി ത്യജിക്കുകയുണ്ടായി. ഹദ്റത്ത് സഅദ് ബിൻ അബി വക്കാസ് വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുസഅബ് ബിൻ ഉമൈറിനെ കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ അനുഗ്രഹങ്ങളും സമൃദ്ധിയുമുള്ള ജീവിതത്തെ ഓർത്തുകൊണ്ട് കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കാര്യം ഓർമ്മ വന്നു. ഏതു വിധത്തിലാണ് അവിടുന്ന് ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ഹദ്റത്ത് മുസഅബ് ബിൻ ഉമൈർ വന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തൊലി കൊണ്ട് തുന്നി ഒട്ടിച്ച ഒരു പുതപ്പുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ സമൃദ്ധിയുടെ കാലഘട്ടത്തെ ഓർക്കുകയുണ്ടായി. ഏതൊന്നിലാണോ അദ്ദേഹം കഴിഞ്ഞുപോയത്, പിന്നീട് അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയെക്കുറിച്ചും ഓർത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അന്ന് നിങ്ങളിൽ ഒരാൾ രാവിലെ ഒരു വസ്ത്രമായിരിക്കും ധരിക്കുക, മറ്റൊരു വസ്ത്രമായിരിക്കും വൈകുന്നേരം ധരിക്കുക. അതായത് ഇത്രമാത്രം നിങ്ങൾക്ക് വിശാലത കൈവരും. രാവിലെയും വൈകുന്നേരം നിങ്ങൾ വസ്ത്രം മാറ്റുന്നവരായി മാറും. അതുപോലെ തന്നെ അവിടുന്ന് പറയുകയുണ്ടായി, ഒരാളുടെ മുമ്പിൽ ഭക്ഷണത്തിന്റെ ഒരു പാത്രം വെക്കും, അത് എടുക്കുമ്പോൾ മറ്റൊരു ഭക്ഷണപാത്രം വെക്കും. അതായത് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ലഭിക്കും. ഭക്ഷണം ഓരോന്നോരോന്നായി മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഏതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ അത്തരത്തിലുള്ള പർദ്ദകൾ ഇടുന്നതായിരിക്കും. ഏതു പ്രകാരമാണോ കഅബയിൽ പർദ്ദകൾ, കർട്ടനുകൾ ഇടുന്നത്, വളരെ ഉന്നതമായ പർദ്ദകൾ അല്ലെങ്കിൽ കർട്ടനുകൾ ഇടുന്നതായിരിക്കും. തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ലഭിച്ചിട്ടുള്ള സമൃദ്ധിയുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അപ്പോൾ ഞങ്ങൾ ഇന്നത്തേക്കാൾ വളരെ നല്ല അവസ്ഥയിലായിരിക്കുമോ? ഇബാദത്തിനായി ഞങ്ങൾക്ക് അവധി ലഭിക്കുമോ? ഇത്രമാത്രം വിശാലത കൈവന്നാൽ പിന്നെ ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഇബാദത്ത് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾ ഇന്നത്തെ ഈ ദിവസങ്ങൾ അന്നത്തെ ദിവസത്തേക്കാൾ ഉന്നതമായിരിക്കും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ പിന്നീട് വരുന്ന അവസ്ഥയുള്ള ദിവസങ്ങളെക്കാൾ വളരെ ഉന്നതമായിരിക്കും. സീറത്തു ഖാത്തമുൻ നബിയീനിൽ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് സീറത്തുൽ ഹബ്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അത് മുമ്പ് ഞാൻ വിവരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മറ്റ് സഹാബാക്കളുടെ പരാമർശത്തിൽ
ചുരുങ്ങിയ നിലയിൽ ഇവിടെയും പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതനുസരിച്ച് റജബ് മാസം 5 നബവിയിൽ 11 പുരുഷന്മാരും 4 സ്ത്രീകളും ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് ചെയ്യുകയുണ്ടായി. അതിൽ ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹും ഉണ്ടായിരുന്നു. അവിടുന്ന് എഴുതുകയാണ്, ഇത് വളരെ വിസ്മയകരമായൊരു കാര്യമാണ്. ആ പ്രാരംഭകാലത്തെ മുഹാജിരീങ്ങളിൽ കൂടുതലും അവരായിരുന്നു ആരാണോ ഖുറൈശികളുടെ ശക്തരായ ഗോത്രങ്ങളുമായി ബന്ധമുള്ളവരായിട്ടുണ്ടായിരുന്നത്. ബലഹീനരായ ആളുകൾ കുറവായിരുന്നു. ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്, ശക്തരായ ഗോത്രങ്ങളുമായി ബന്ധമായിരുന്ന ആളുകൾ പോലും ഖുറൈശികളുടെ അക്രമത്തിൽ നിന്ന് സുരക്ഷിതരായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇതാണ്, ബലഹീനരായിട്ടുള്ള ആളുകൾ, അതായത് അടിമകളും മറ്റും ആ കാലത്ത് ഇത്രമാത്രം നിസ്സഹായാവസ്ഥയിലും ബലഹീനാവസ്ഥയിലുമായിരുന്നു. ഹിജ്റത്ത് ചെയ്യാനുള്ള ശക്തി പോലും അവർക്കുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മക്കയിലെ ഖുറൈശികൾക്ക് ഇവർ ഹിജ്റത്ത് ചെയ്തതായി അറിഞ്ഞപ്പോൾ അവർ വളരെയധികം ദേഷ്യപ്പെട്ടു. ഈ വേട്ടമൃഗങ്ങൾ ഞങ്ങളുടെ കൈകളിൽ നിന്ന് സ്വതന്ത്രമായി രക്ഷപ്പെട്ടു. അങ്ങനെ അവർ മുഹാജിരീങ്ങളെ പിന്തുടർന്നു. എന്നാൽ അവരുടെ ആളുകൾ തീരത്ത് എത്തിയപ്പോഴേക്കും കപ്പൽ പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇവർ പരാജിതരായി തിരിച്ചു വരികയും ചെയ്തു. ഹബ്ഷയിൽ എത്തിയതിനു ശേഷം മുസ്ലിങ്ങൾക്ക് വലിയ സമാധാനത്തിന്റെ ജീവിതം ലഭിക്കുകയുണ്ടായി. ഖുറൈശികളുടെ അക്രമത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്തു. ബൈഅത്തെ അഖബ ഊലയുടെ അവസരത്തിൽ മദീനയിൽ നിന്ന് വന്ന 12 ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ബൈഅത്ത് ചെയ്തു. ഇവർ തിരിച്ചു മദീനയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിനെ ഇവരോടൊപ്പം പറഞ്ഞയക്കുകയുണ്ടായി. അദ്ദേഹം അവർക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിനും ഇസ്ലാമിക അധ്യാപനങ്ങൾ നൽകുന്നതിനും വേണ്ടി. മദീനയിൽ അദ്ദേഹം ഖാരി, മുക്രി, ഉസ്താദ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. മുക്രി, ഉസ്താദ് എന്ന പേരിലാണ് അദ്ദേഹം അവിടെ പ്രസിദ്ധനായിരുന്നത്. മറ്റൊരു നിവേദനം അനുസരിച്ചുകൊണ്ട് ഔസ് ഖസ്റജിലെ അൻസാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരാളെ ഞങ്ങളോടൊപ്പം പറഞ്ഞയച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുസ്അബ് ബിൻ ഉമൈറിനെ പറഞ്ഞയക്കുകയുണ്ടായി. മദീനയിൽ ഹസ്രത്ത് മുസ്അബ് ഹസ്രത്ത് അസ്ദ് ബിൻ സുറാറയുടെ വീട്ടിലാണ് താമസിച്ചത്. അദ്ദേഹം നമസ്കാരത്തിൽ ഇമാമത്ത് വഹിക്കുകയും ചെയ്തിരുന്നു. ഹസ്രത്ത് മുസ്അബ് ഒരു ദീർഘകാലം ഹസ്രത്ത് അസദ് ബിൻ സുറാറയുടെ വീട്ടിലാണ് താമസിച്ചത്. പിന്നീട് അദ്ദേഹം ഹസ്രത്ത് സഅദ് ബിൻ മുആദിന്റെ വീട്ടിലേക്ക് താമസം മാറുകയുണ്ടായി. ഹസ്രത്ത് ബറാ ബിൻ ആദിബിൽ നിന്ന് നിവേദനം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറായ സഹാബാക്കളിൽ ഏറ്റവും ആദ്യം മദീനയിൽ വന്ന ആൾ ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറും ഹസ്രത്ത് ഇബ്നു ഉമ്മെ മക്തൂമും ആയിരുന്നു. മദീനയിൽ എത്തിയതിനു ശേഷം ഈ 2 സഹാബാക്കളും ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് അമ്മാർ റളിയല്ലാഹു തആല അൻഹു, ബിലാൽ റളിയല്ലാഹു തആല അൻഹു, സഅദ് റളിയല്ലാഹു തആല അൻഹു എന്നിവർ വന്നു. ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 20 സഹാബാക്കളെ കൂട്ടിക്കൊണ്ടുവരികയുണ്ടായി. അതിനുശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയുണ്ടായി. പറയുന്നു, ഞാൻ ഒരിക്കലും തന്നെ മദീനക്കാരെ ഇത്രമാത്രം സന്തോഷിക്കുന്നവരായി കണ്ടിട്ടില്ല. ഇത്രത്തോളമാണോ അവർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ സന്തോഷിച്ചത്. പെൺകുട്ടികളും ആൺകുട്ടികളും പറയുമായിരുന്നു, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലാണ്, ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സീറത്ത് ഖാത്തമുൻ നബിയീനിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ദാറുൽ അർക്കമിൽ വിശ്വസിച്ച ആളുകൾ അവര് സാബിഖീങ്ങളിൽ ഉൾപ്പെടുന്ന ആളാണ്. അവരിൽ ഏറ്റവും പ്രസിദ്ധരായ ആളുകൾ ഇവരാണ്. ഒന്നാമത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ബനു അബ്ദുദ്ദാറിൽപ്പെട്ട ആളായിരുന്നു. വളരെ സുന്ദരനും ഭംഗിയുള്ള ആളായിരുന്നു. തന്റെ കുടുംബത്തിൽ വളരെ പ്രിയങ്കരനായ ആളായിരുന്നു അദ്ദേഹം. ഈ മഹാനായ യുവാവ് ഇദ്ദേഹം ഹിജ്റത്തിനു മുമ്പ് യസ്രിബിൽ ഇസ്ലാമിന്റെ മുബല്ലിഗായി അദ്ദേഹത്തെ നിയോഗിച്ചയക്കപ്പെടുകയുണ്ടായി.
അദ്ദേഹം മുഖേനയാണ് മദീനയിൽ ഇസ്ലാം പ്രചരിച്ചത്. പിന്നീട് മറ്റൊരു സീറത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, ഹദ്റത്ത് മുസ്അബ് ബിൻ ഉമൈർ മദീനയിലെ ആദ്യത്തെ ആളായിരുന്നു. അദ്ദേഹം ഹിജ്റത്തിനു മുമ്പ് അവിടെ ജുമാ നമസ്കരിപ്പിക്കുകയുണ്ടായി. ഹദ്റത്ത് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ബൈഅത്തെ അഖ്ബ സാനിയയ്ക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ മദീനയിൽ ജുമാ നമസ്കരിക്കാനുള്ള അനുവാദം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകുകയും ചെയ്തു. ഹദ്റത്ത് മുസ്അബ് ബിൻ ഉമൈർ മദീനയിൽ ഹദ്റത്ത് സഅദ് ബിൻ ഖൈസമയുടെ വീട്ടിൽ ആദ്യത്തെ ജുമാ നമസ്കരിപ്പിച്ചു. ഇതിൽ മദീനയിലെ 12 ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. ആ അവസരത്തിൽ അദ്ദേഹം ഒരു ആടിനെ ബലി നൽകുകയുണ്ടായി. ഹദ്റത്ത് മുസ്അബ് ബിൻ ഉമൈർ ഇസ്ലാമിലെ ആദ്യത്തെ ആളായിരുന്നു ആരാണോ ജുമാ നമസ്കരിപ്പിച്ചത്. എന്നാൽ ഒരു റിവായത്തിൽ പ്രകാരവും ഉണ്ട്. അതിനെക്കുറിച്ച് ഹസ്രത്ത് അബു ഉമാമ അസദ് ബിൻ സുറാറയായിരുന്നു ജുമാ നമസ്കരിപ്പിച്ചത് എന്നാണുള്ളത്. ഏതായിരുന്നാലും ഹസ്രത്ത് മുസബ് ആയിരുന്നു ആദ്യത്തെ മുബല്ലിഗ്. ഹസ്രത്ത് മുസബ് റളിയല്ലാഹു തആല അൻഹു അസദ് ബിൻ സുറാറയെയും കൂട്ടിക്കൊണ്ട് അൻസാറുകളുടെ വിവിധ മുഹല്ലകളിൽ തബ്ലീഗിന്റെ ഉദ്ദേശത്തോടുകൂടി പോകുമായിരുന്നു. അത് മുസഅബിന്റെ തബ്ലീഗിലൂടെ ഒരുപാട് സഹാബാക്കൾ മുസ്ലിങ്ങളായി മാറി. അവരിൽ ഉന്നതരായ സഹാബാക്കൾ സഅദ് ബിൻ മുആദ്, അബ്ബാദ് ബിൻ ബഷീർ, മുഹമ്മദ് ബിൻ മസ്ലമ എന്നിവർ, ഹസ്രത്ത് ഉസൈദ് ബിൻ ഹുസൈർ എന്നിവർ ഉൾപ്പെടുന്നു. ഹസ്രത്ത് മുസ്അബിന്റെ തബ്ലീഗിന്റെ പ്രവർത്തനങ്ങളും പരിശ്രമത്തെയും പരാമർശിച്ചുകൊണ്ട് ഹദരത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, മക്കയിൽ നിന്ന് വിട പറഞ്ഞതിനു ശേഷം ഈ 12 നവമുസ്ലിങ്ങൾ അപേക്ഷിക്കുകയുണ്ടായി. അവർ ഏതെങ്കിലും ഒരു ഇസ്ലാമിക അധ്യാപകനെ ഞങ്ങളോടൊപ്പം അയക്കുക, അദ്ദേഹം ഞങ്ങൾക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ നൽകട്ടെ. ഞങ്ങളുടെ മുശ്രിക്കീങ്ങളായ സഹോദരങ്ങൾക്ക് ഇസ്ലാമിക സന്ദേശം എത്തിക്കുകയും ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് മുസ്അബ് ബിൻ ഉമൈറിനെ, അദ്ദേഹം അബ്ദുദ്ദാർ ഗോത്രത്തിലെ വളരെ മുഖ്ലിസായ ഒരു യുവാവായിരുന്നു, ഇവരോടൊപ്പം അയക്കുകയുണ്ടായി. ഇസ്ലാമിക മുബല്ലിഗ് ആ സമയത്ത് ഖാരി, മുക്രി എന്നാണ് പറയപ്പെട്ടിരുന്നത്. കാരണം അവരുടെ ജോലി കൂടുതലായി വിശുദ്ധ ഖുർആൻ ഓതിക്കേൾപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഇതുതന്നെയായിരുന്നു ഇസ്ലാമിക സന്ദേശ പ്രചാരണത്തിന്റെ ഏറ്റവും ഉത്തമമായ മാർഗം. അങ്ങനെ ഹസ്രത്ത് മുസ്അബ് യസ്രിബിൽ മുക്രി എന്നുള്ള പേരിൽ പ്രസിദ്ധനായി. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ എത്തിയതിനു ശേഷം അസദ് ബിൻ സുറാറയുടെ വീട്ടിൽ താമസം ആരംഭിച്ചു. അദ്ദേഹം മദീനയിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിമായിരുന്നു. വളരെ മുഖ്ലിസായ, വളരെ സ്വാധീനമുള്ള ഒരു മഹാത്മാവായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഭവനത്തെ തന്റെ തബ്ലീഗിന്റെ കേന്ദ്രമാക്കി നിശ്ചയിക്കുകയും ചെയ്തു. തന്റെ കടമകൾ നിർവഹിക്കുന്നതിൽ രാവും പകലും മുഴുകി. അങ്ങനെ മദീനയിൽ മുസ്ലിങ്ങൾക്ക് സാമൂഹികമായ ജീവിതം മദീനയിൽ ലഭിക്കുകയുണ്ടായി. അത് സമാധാനപൂർണമായ ജീവിതമായിരുന്നു. അതുകൊണ്ട് തന്നെ അസദ് ബിൻ സുറാറയുടെ നിർദ്ദേശമനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ബിൻ ഉമൈറിന് ജുമാ നമസ്കരിക്കുവാനുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. അങ്ങനെ മുസ്ലിങ്ങളുടെ സാമൂഹിക ജീവിതം ആരംഭം കുറിച്ചു. അള്ളാഹുവിന്റെ അത്രമാത്രം അനുഗ്രഹങ്ങളുണ്ടായി. കുറച്ചു കാലം കൊണ്ട് തന്നെ മദീനയിൽ ഓരോ വീട്ടിലും ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയുണ്ടായി. ഔസ്, ഖദ്റജ് വളരെ വേഗത്തിൽ മുസ്ലിങ്ങളാകാൻ തുടങ്ങി. ചില അവസരങ്ങളിൽ ഒരു ഗോത്രം തന്നെ ഒന്നിച്ച് ഒരു ദിവസം മുസ്ലിങ്ങളായി മാറുമായിരുന്നു. ബനു അബ്ദുൽ അഷ്അൽ എന്ന ഗോത്രം ഇതുപോലെ ഒരൊറ്റ സമയത്ത് ഒന്നിച്ചു മുസ്ലിങ്ങളായവരായിരുന്നു. ഈ ഗോത്രം അൻസാറുകളിലെ വളരെ പ്രസിദ്ധമായ ഔസ് ഗോത്രത്തിന്റെ വളരെ ഉന്നതമായ ഒരു ഭാഗമായിരുന്നു. ഇതിന്റെ തലവന്റെ പേര് സഅദ് ബിൻ മുആദ് എന്നായിരുന്നു. അദ്ദേഹം കേവലം ബനു അബ്ദുൽ അഷൽ ഗോത്രത്തിന്റെ തലവൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഔസ് ഗോത്രത്തിന്റെ തലവൻ കൂടിയായിരുന്നു. മദീനയിൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ സഅദ് ബിൻ മുആദിന് അത് വളരെ മോശമായി തോന്നി. അദ്ദേഹം അതിനെ തടയാൻ വേണ്ടി ഉദ്ദേശിച്ചു. ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പ് സഅദ് ബിൻ മുആദ് വലിയ എതിർപ്പാണ് പ്രകടിപ്പിച്ചത്. എന്നാൽ അസദ് ബിൻ സുറാറയുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. കാരണം അവർ രണ്ടുപേരും പരസ്പരം സഹോദരി പുത്രന്മാരായിരുന്നു. അസദ്
മുസ്ലിമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് സഅദ് ബിൻ മുആദ് സ്വയം നേരിട്ട് അതിൽ ഇടപെടാറുണ്ടായിരുന്നില്ല. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടാകാതിരിക്കുന്നതിനായി അദ്ദേഹം തന്റെ മറ്റൊരു ബന്ധുവായ ഉസൈദ് ബിൻ അൽ ഹുസൈനോട് പറയുകയുണ്ടായി, അസദ് ബിൻ സുറാറുമായി എനിക്കൽപ്പം മറയുണ്ട്, എന്നാൽ അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞിരിക്കുന്നു, തബ്ലീഗിന് കൂടെ നിൽക്കുന്നു, അതുകൊണ്ട് നീ പോയി മുസ്അബിനെ തടയുക. അസദ് ബിൻ സുറാറയെ തടയുന്നതിനു പകരം മുസ്അബിനെ തടയുക. ഞങ്ങളുടെ ആളുകളിൽ ഈ മതമില്ലായ്മ പ്രചരിപ്പിക്കാതിരിക്കുക. അസദിനോടും പറയുക, ഇത് നല്ലൊരു രീതിയല്ല. ഉസൈദ് അബ്ദുൽ അലിന്റെ വളരെ ഉന്നതനായ ആളുകളിൽപ്പെട്ട ഒരാളായിരുന്നു. ഏതുവരെ എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് ബുആസ് യുദ്ധത്തിൽ മുഴുവൻ ഔസ് ഗോത്രത്തിന്റെയും തലവനായിട്ടുള്ള ആളായിരുന്നു. സഅദ് ബിൻ മുആദിന്റെ അടുത്ത് ഉസൈദ് ബിൻ ഹുസൈർ വളരെ സ്വാധീനമുള്ള ആളായിരുന്നു ഗോത്രത്തിൽ. അങ്ങനെ സഅദ് പറഞ്ഞതനുസരിച്ച് മുസഅബ് ബിൻ ഉമൈർ, അസദ് ബിൻ സുറാറ എന്നിവരുടെ അടുത്ത് പോവുകയുണ്ടായി. എന്നിട്ട് മുസഅബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദേഷ്യത്തോടുകൂടി പറഞ്ഞു, എന്തിനാണ് ഞങ്ങളുടെ ആളുകളെ മതമേന്മ പ്രചരിപ്പിക്കുന്നത്? ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക, അതല്ലെങ്കിൽ ഇത് നല്ലതായിരിക്കുകയില്ല. മുസഅബ് എന്തെങ്കിലും മറുപടി പറയുന്നതിനു മുമ്പ് അസദ് വളരെ മെല്ലെ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹം തന്റെ ഗോത്രത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്, ഇദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടും മൃദുലതയോടും കൂടി സംസാരിക്കുക. അങ്ങനെ മുസഅബ് വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി ഉസൈദിനോട് പറഞ്ഞു, താങ്കൾ ദേഷ്യപ്പെടരുത്, മറിച്ച് കാരുണ്യം കാണിച്ചുകൊണ്ട് അല്പനേരം ഇവിടെ ഇരിക്കുക, തണുത്ത ഹൃദയത്തോടുകൂടി പറയുന്നത് കേൾക്കുക, അതിനുശേഷം എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക. അദ്ദേഹം ഇത് നല്ലൊരു കാര്യമാണെന്ന് മനസ്സിലാക്കി അവിടെ ഇരുന്നു. സത്പ്രകൃതമായിരുന്നു. മുസഅബ് അദ്ദേഹത്തിന് വിശുദ്ധ ഖുർആൻ ഓതിക്കേൾപ്പിച്ചു. വലിയ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തോട് ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഉസൈദിൽ അതിത്രമാത്രം സ്വാധീനം ചെലുത്തി അദ്ദേഹം അവിടെ വെച്ച് തന്നെ മുസ്ലിം ആവുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, എന്റെ പിന്നിൽ അത്തരത്തിലുള്ള ഒരാളുണ്ട്, അഥവാ അദ്ദേഹം വിശ്വസിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ മുഴുവൻ ഗോത്രവും മുസ്ലിങ്ങളായി മാറുന്നതായിരിക്കും. നിങ്ങളുടെ നിൽക്കുക, ഞാൻ അദ്ദേഹത്തെ ഇവിടേക്ക് പറഞ്ഞേക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ഉസൈദ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്തൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് സഅദ് ബിൻ മുആദിനെ മുസഅബ് ബിൻ ഉമൈറിന്റെയും അസദ് ബിൻ സുറാറയുടെയും അടുത്തേക്ക് പറഞ്ഞയച്ചു. സഅദ് ബിൻ മുആദ് വന്നു. വളരെ ദേഷ്യത്തോടുകൂടി അസദ് ബിൻ സുറാറയോട് പറഞ്ഞു, നോക്കൂ അസദ്, എന്റെ ഈ ബന്ധുത്വത്തിന്റെ അനാവശ്യ പ്രയോജനം എടുക്കാതിരിക്കുക. ഇതൊന്നും ശരിയല്ല. ഞാൻ നിശബ്ദനായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ബന്ധുത്വം കൊണ്ടാണ്, എന്നാൽ അതുകൊണ്ട് അനാവശ്യ പ്രയോജനം എടുക്കരുത്. അപ്പോൾ മുസ്അബ് അതേപോലെ തന്നെ മൃദുലതയോടും സ്നേഹത്തോടും കൂടി അദ്ദേഹത്തെ തണുപ്പിച്ചു. ഏതുപോലെ മുമ്പ് അദ്ദേഹം പറഞ്ഞുവോ? എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഇവിടെ ഇരുന്നു കൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കുക, എന്നിട്ട് അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആക്ഷേപാർഹമായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ അതിനെ നിരാകരിച്ചുകൊള്ളുക. സഅദ് പറഞ്ഞു, ഈ പറയുന്ന കാര്യം ശരിയായിട്ടുള്ള ബുദ്ധി ഉള്ള ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹം തന്റെ കുന്തം അവിടെ കുത്തി അതിൽ ഇരുന്നു. മുസഅബ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ആദ്യം ഓതി കേൾപ്പിച്ചു. പിന്നീട് ഹൃദയഹാരിയായ നിലയിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ വിവരിച്ചു. അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ആ ബിംബവും വീണുടഞ്ഞു. അതായത് ഹസ്രത്ത് സഅദ് ബിൻ മുആദും അദ്ദേഹവും ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ സഅദ് സുന്നത്തായ രീതിയിൽ കുളിച്ച് വന്നതിനു ശേഷം ഷഹാദത്ത് കലിമ ചൊല്ലി. അതിനുശേഷം സഅദ് ബിൻ മുആദ്, ഉസൈദ് ബിൻ ഹുസൈർ രണ്ടുപേരും ചേർന്ന് തങ്ങളുടെ ഗോത്രത്തിലേക്ക് ചെന്നു. എന്നിട്ട് സഅദ് പ്രത്യേകമായ അറബി രീതിയിൽ അവരോട് ചോദിച്ചു, അല്ലയോ ബനി അബ്ദുൽ അഷദ്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തറിയാം? അപ്പോൾ അവരെല്ലാവരും ഒത്തൊരുമിച്ചു പറഞ്ഞു, താങ്കൾ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ നേതാവിന്റെ മകനാണ്, താങ്കളുടെ വാക്കുകളിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. അപ്പോൾ സഅദ് പറഞ്ഞു, അപ്പോൾ ഞാനുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഏതുവരെ നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നില്ലയോ? അതിനുശേഷം സഅദ് അവർ ഇസ്ലാമിക അധ്യാപനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. അന്നത്തെ ദിവസം വൈകുന്നേരം ആയിരുന്നില്ല.
അതിനു മുമ്പ് തന്നെ മുഴുവൻ ഗോത്രവും മുസ്ലിങ്ങളായി മാറി. സഅദ് റളിയല്ലാഹു തആല അൻഹു അതുപോലെ തന്നെ ഉസൈദ് എന്നിവർ രണ്ടുപേരും തങ്ങളുടെ കൈകൾ കൊണ്ട് തങ്ങളുടെ ബിംബങ്ങളെ എടുത്ത് തകർന്നു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു, ഉസൈദ് ബിൻ അൽ ഹുസൈർ, അന്ന് അദ്ദേഹം മുസ്ലിങ്ങളായിട്ടുള്ളവരായിരുന്നു. രണ്ടുപേരും ഉന്നതരായ സഹാബാക്കൾ ഉൾപ്പെട്ട ആളാണ്. അൻസാറുകളിൽ മിർസ റഹ്മത്ത് എഴുതുകയാണ്, അൻസാറുകളിൽ നിശ്ചയമായും വളരെ ഉന്നതമായ സ്ഥാനമാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ സ്ഥാനം വളരെ ഉന്നതമായിരുന്നു. പ്രത്യേകിച്ച് സഅദ് ബിൻ മുആദിന്. അദ്ദേഹത്തിന് മദീനയിലെ അൻസാറുകളിൽ ആ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. ഏതൊന്നാണോ മക്കയിലെ മുഹാജിരിങ്ങളിൽ അബൂബക്കർ സിദ്ദീഖിനുണ്ടായിരുന്നത്. ഈ യുവാവ് അങ്ങേയറ്റത്തെ മുഖ്ലിസും അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും ഇസ്ലാമിനും ഇസ്ലാം സ്ഥാപകരോടും അങ്ങേയറ്റത്തെ അനുരക്തിയുള്ള ആളുമായിരുന്നു. അദ്ദേഹം തന്റെ ഗോത്രത്തിന്റെ ഉന്നതനായ നേതാവുമായിരുന്നു. വളരെ ബുദ്ധിയുള്ള മനുഷ്യനുമായിരുന്നു. ഇസ്ലാമിൽ അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം കരസ്ഥമാക്കുകയുണ്ടായി. അത് പ്രത്യേക ഉള്ള ആളുകൾക്കെന്നല്ല, മറിച്ച് പ്രത്യേകരായുള്ള ആളുകൾക്കുള്ളതായിരുന്നു. അദ്ദേഹം എഴുതുന്നു, നിശ്ചയമായും അദ്ദേഹത്തിന്റെ യുവത്വത്തിലുള്ള മരണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ, അതായത് സഅദിന്റെ മരണത്തിൽ റഹ്മാന്റെ അർശ് പോലും ഇളകിയിരിക്കുന്നു, അത് വലിയ ഗഹനമായൊരു സത്യത ഉൾക്കൊള്ളുന്നതാണ്. ചുരുക്കത്തിൽ ഇങ്ങനെ വളരെ വേഗത്തിൽ ഇസ്ലാം ഖസ്റജ് ഔസ് ഗോത്രങ്ങളിൽ വ്യാപിക്കുകയുണ്ടായി. യഹൂദികൾ ഈ ദൃശ്യം കണ്ടുകൊണ്ട് ഹൃദയത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല. ഹസ്രത്ത് മുസഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തബ്ലീഗ് മുഖേന ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളായി മാറി. അദ്ദേഹം 13 നബവിയിൽ ഹജ്ജിന്റെ അവസരത്തിൽ മദീനയിൽ നിന്ന് 70 അൻസാറുകളെയും കൂട്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. ഇതിനെ പരാമർശിച്ചുകൊണ്ട് സീറത്ത് ഖാത്തമുൻ നബിയിനിൽ പല സ്ഥലങ്ങളിൽ നിന്ന് റിവായത്തെടുത്തുകൊണ്ട് ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, അടുത്ത വർഷം അതായത് 13 നബവിയിൽ ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജിന്റെ അവസരത്തിൽ ഹൗസ് ഖദ്റജ് ഗോത്രത്തിലെ അനേകം ആളുകൾ മക്കയിൽ വരികയുണ്ടായി. അവരിൽ 70 ആളുകൾ അത്തരക്കാരുണ്ടായിരുന്നു. അവരൊന്നുകിൽ മുസ്ലിങ്ങളായിട്ടുള്ളവരായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളാകാൻ ആഗ്രഹിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിന് വേണ്ടിയാണ് അവർ മക്കയിൽ വന്നത്. മുസഅബ് ബിൻ ഉമൈറും അവരോടൊപ്പം ഉണ്ടായിരുന്നു. മുസഅബിന്റെ മാതാവ് ജീവനോടെ ഉണ്ടായിരുന്നു. അവർ മുശ്രിക്ക ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം വന്നതായി അവർക്ക് വിവരം ലഭിച്ചപ്പോൾ അവർ പറഞ്ഞു, ആദ്യം എന്നെ വന്ന് കാണുക, പിന്നീട് മറ്റെവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോയിക്കൊള്ളുക. മുസഅബ് മറുപടി നൽകുകയുണ്ടായി, ഞാൻ ഇതുവരേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. അങ്ങയെ കണ്ടതിനു ശേഷം താങ്കളുടെ അടുത്തുന്നതായിരിക്കും. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതിനു ശേഷം വളരെ അത്യാവശ്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ വിവരിച്ചതിനു ശേഷം തന്റെ മാതാവിനെ കാണുന്നതിനായി പുറപ്പെട്ടു. അവർ ഈ കാര്യം കേട്ടുകൊണ്ട്, അതായത് എന്നെ കാണാൻ വേണ്ടി ആദ്യം വന്നില്ല, വളരെയധികം എരിഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ വളരെയധികം കരഞ്ഞു, പരാതി പറഞ്ഞു. അപ്പോൾ മുസഅബ് പറഞ്ഞു, ഉമ്മ, ഞാൻ നിങ്ങളോട് വളരെ നല്ലൊരു കാര്യം പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമാണ്. എല്ലാ കലഹവും അതുകൊണ്ട് ഇല്ലാതായിത്തീരും. അവർ ചോദിച്ചു, അതെന്താണ് കാര്യം? മുസഅബ് വളരെ മെല്ലെ മറുപടി പറയുകയുണ്ടായി, കാര്യം ഇതാണ്, ബിംബാരാധന ഉപേക്ഷിച്ച് മുസ്ലിമായി തീരുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക. അവര് ഉറച്ച ഒരു മുശ്രിക്ക ആയിരുന്നു. കേട്ട ഉടനെ തന്നെ അവർ ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം, ഞാൻ നിന്റെ ദീനിൽ ഒരിക്കലും പ്രവേശിക്കുകയില്ല. തന്റെ ബന്ധുക്കളോട് ആംഗ്യം കാണിച്ചു മുസഅബിനെ പിടിച്ച് തടവിലാക്കുക. എന്നാൽ അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഹദ്റത്ത് മുസഅബ് ബിൻ ഉമൈറിന്റെ പരാമർശത്തിൽ ഇനിയും കാര്യങ്ങളുണ്ട്. അത് തുടരുന്നതാണ്. കാരണം ഇന്ന് 2 ജനാസ ഗായിബ് അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് അവരെക്കുറിച്ചും പറയാനുണ്ട്. അതുകൊണ്ട് ഹദ്റത്ത് മുസഅബിന്റെ ദിക്ർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബയിൽ വിവരിക്കുന്നതായിരിക്കും. ഏതൊരു ജനാസയാണോ ഗായിബ് ഇന്ന് നമസ്കരിപ്പിക്കേണ്ടത്, അതിൽ ഒന്നാമത്തേത് ബഹുമാനപ്പെട്ട മലിക് മുനവ്വർ ജാവേദ് സാഹിബിന്റേതാണ്. മലിക് മുസഫർ അഹമ്മദ് സാഹിബിന്റെ മകനാണ്. ഫെബ്രുവരി 22-ന് 81 വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
കാലമായി കരൾ രോഗബാധിതനായിരുന്നു. താഹിർ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞതിനു ശേഷം തന്റെ യഥാർത്ഥ സൃഷ്ടാവിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. മർഹൂം മൂസിയായിരുന്നു. സംതപ്ത കുടുംബത്തിൽ മകനെ കൂടാതെ 4 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ട്. മലിക് മുനവർ അഹമ്മദ് ജാവേദ് സാഹിബിന്റെ പിതാമഹൻ ഹസ്രത്ത് ഡോക്ടർ മുസഫർ ചൌധരി സാഹിബ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മാതാമഹൻ ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുൽ കരീം സാഹിബ്. അദ്ദേഹത്തിന്റെ ബന്ധം വാസിപൂർ ജില്ല ഗുരുദാസ്പൂർ ആയിരുന്നു. പിതാമഹൻ ധരംകോട്ട് രണ്ടാവയിൽ നിന്നുള്ള ആളായിരുന്നു. 2 മഹാത്മാക്കളും, അതായത് അദ്ദേഹത്തിന്റെ പിതാമഹനും മാതാമഹനും ഹസ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്തു. സബത്ത് എന്നുള്ള ഉന്നത സ്ഥാനം കരസ്ഥമാക്കി. മലക് മുനവർ ജാവേദ് സാഹിബിന്റെ വിവാഹം 1964 സൽമ ജാവേദ് സാഹിബുമായി നടന്നു. സൂഫി ഹാമിദ് സാഹിബ് മർഹൂമിന്റെ മകളായിരുന്നു. ഹസ്രത്ത് സാഫി ഗുലാം മുഹമ്മദ് മുബലിഗ് മൗറീഷ്യസിന്റെ പേരക്കുട്ടിയും ഡോക്ടർ ജഫർ അഹമ്മദ് സാഹിബിന്റെ ദൌഹിത്രിയും ആയിരുന്നു. സൂഫി ഗുലാം മുഹമ്മദ് സാഹിബ് മൗറീഷ്യസ് സഹാബി ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിന്റെ 313 സഹാബാക്കളിൽപ്പെട്ടാണ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ പിതാമഹനും മാതാമഹനും അതേപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാമഹനും മാതാമഹനും 4 പേരും മസീഹ് മൗഊദ് ഇസ്ലാമിന്റെ സഹാബാക്കളിൽപ്പെട്ട ആളാണ്. തന്റെ ജീവിതം വഖഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചുകൊണ്ട് മലക് സാഹിബ് ഒരവസരത്തിൽ പറയുകയുണ്ടായി, വഖഫ് ചെയ്യാനുള്ള ശ്രദ്ധ എനിക്ക് പ്രകാരമാണ് ഉണ്ടായത്. ഞാൻ 1982 മജ്ലിസ് അൻസാറുല്ലാഹയുടെ ഇജ്തിമയിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ പ്രസംഗം കേൾക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ വഖഫിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചു. പ്രസംഗത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം ഒരു വാചകം പറഞ്ഞു. അതിന്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ അവസാന ശ്വാസം വഖഫിൽ ആയിക്കണമെന്നുള്ളത്? പറയുന്നു, ഈ വാചകം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്കും വഖഫ് ചെയ്യാൻ സാധിക്കുമോ. ഏതായിരുന്നാലും അതിനുശേഷം അദ്ദേഹം തന്നെ സ്വയം വഖഫ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓഗസ്റ്റ് 10, 1983 അദ്ദേഹം ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് റാബിന്റെ സമക്ഷത്തിൽ വഖഫ് ചെയ്തുകൊണ്ട് കത്തെഴുതി. അത് ഹുസൂർ റഹ്മത്തുള്ളാഹി തആല 18 ഓഗസ്റ്റ് 1983 അദ്ദേഹത്തിന്റെ വഖഫ് സ്വീകരിച്ചു. വഖഫ് സ്വീകരിച്ചുകൊണ്ട് ഇപ്രകാരം നിർദ്ദേശം നൽകി: താങ്കൾ തങ്ങളുടെ ജോലിയെല്ലാം ഒതുക്കി വരിക. അപ്പോൾ അദ്ദേഹം കച്ചവടമോ മറ്റോ ചെയ്യുകയായിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബി 28 ഓഗസ്റ്റ് 1983 അദ്ദേഹം ആദ്യമായി നിയമിച്ചു. വക്കാലത്ത് സനത്തോ തിജാരത്തിൽ ഓഗസ്റ്റ് 1, 1983 മുതൽ അദ്ദേഹം വക്കാലത്ത് സനത്തോ തിജാരത്തിൽ ഹാജരായി. വഖഫിന് മുമ്പ് അദ്ദേഹം സെക്രട്ടേറിയറ്റ് പഞ്ചാബിൽ ഭരണ സർവീസ് ചെയ്തു. ഓഗസ്റ്റ് 1, 1983 അദ്ദേഹം വക്കാലത്ത് സനത്തോ തിജാരത്തിൽ ഹാജരായി. വഖഫിനു മുമ്പ് അദ്ദേഹം 16 വർഷം സെക്രട്ടേറിയറ്റ് പഞ്ചാബ് സർക്കാരിൽ സർവീസ് ചെയ്തു. അതിനുശേഷം 10 വർഷം സ്വന്തമായ ബിസിനസ് ചെയ്തു. 83 അദ്ദേഹം റിവ്യൂ ഓഫ് റിലീജിയൻ മാഗയുടെ മാനേജറായി. പിന്നീട് സിയാഫത്തിലായി.
2014 വരെ നായിബ് നാസിർ സിയാഫത്തായി സേവനമനുഷ്ഠിച്ചു. 1990 യത്താമ സംരക്ഷണ കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടു. ഏകദേശം 20 വർഷത്തോളം ഇങ്ങനെ സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ഖുദ്ദാമുൽ അഹമ്മദിയ പാകിസ്ഥാനിൽ 1968 മുതൽ 78 വരെ മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയ ജില്ലാ കായിദ്, അതുപോലെ തന്നെ ഇലാക്ക ലാഹോർ കായിദ് എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. ഏകദേശം ഇത് 10 വർഷത്തെ സേവനകാലമാണ്. അൻസാറുല്ലായിൽ 84 മുതൽ 14 വരെ 31 വർഷം വരെ അൻസാറുല്ല പാകിസ്ഥാനിൽ കായിദ് തെഹ്രീക്കെ ജദീദ്, കായിദ് തർബിയത്ത്, കായിദ് ഇഷാഅത്ത്, അവസാനത്തെ 5 വർഷം നായിബ് സദർ മജ്ലിസ് അൻസാറുല്ല പാകിസ്ഥാൻ ആയിരുന്നു. ഇദ്ദേഹം ഗവൺമെന്റ് ജോലി ചെയ്തിരുന്ന സമയത്ത് അന്നത്തെ സംഭവം വിവരിച്ചുകൊണ്ട് മലിക് സാബ് ഒരിക്കൽ പറയുകയുണ്ടായി, സർവീസിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു ഇൻചാർജ് ഉണ്ടായിരുന്നു, വളരെ വിദ്വേഷമുള്ളവരായിരുന്നു. അധികവും തന്റെ മൗലവിമാരെ എന്റെ അടുത്ത് സംവാദത്തിനായി കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം അല്ലാമ ഖാലിദ് മഹമൂദ് സാഹിബിനെ, അന്നത്തെ വലിയ ഒരു പണ്ഡിതനായിരുന്നു അയാൾ, എന്റെ അടുത്ത് സംവാദത്തിനായി കൊണ്ടുവരുന്നു. സംവാദം തുടങ്ങി. ഈ പണ്ഡിതന് എന്നോട് സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവസാനം ഒന്നും പറയാനില്ലാത്തപ്പോൾ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇത് മൗലവിമാരുടെ സാധാരണയുള്ള ശീലമാണ്. എന്റെ ആ ഓഫീസർ ഇൻചാർജ് അയാൾ ഭയപ്പെട്ടു. പ്രശ്നം ഇത് കുഴപ്പമായി തീരുമോ? അപ്പോൾ ആ മൗലവി അബ്ദുറഹ്മാൻ എന്നു പേരുള്ള എന്റെ ആ ഇൻചാർജിനെ ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു. ആ മൗലവിയുടെ വാക്കുകൾ ഈ വിധത്തിലാണ്, അതായത് അവര് ഹൃദയം കൊണ്ട് ഇങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ജമാഅത്തിലെ ആളുകളുടെ ബന്ധം അള്ളാഹുമായിട്ടുണ്ട്. പറയുന്നു, ആ മൗലവി പറയുകയുണ്ടായി, അള്ളാഹുവിനോടും റസൂലിനോടും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തോടും ഇത്രമാത്രം അക്രമം കാണിക്കുകയുണ്ടായി അള്ളാഹു ഇവരെ നശിക്കുമായിരുന്നു. അതായത് അള്ളാഹുവിലും റസൂലിന്റെ മേലും വിശുദ്ധ ഖുർആന്റെ മേലും അഹമ്മദികൾ ഇത്രമാത്രം അക്രമം കാണിച്ചു, അള്ളാഹു അവരെ നശിപ്പിച്ചു കളയുമായിരുന്നു. എന്നാൽ അള്ളാഹു അവരെ നശിപ്പിച്ചില്ല. എന്തുകൊണ്ട് നശിപ്പിച്ചില്ല? എല്ലാ പ്രാവശ്യവും അവർ രക്ഷപ്പെടാനുള്ള കാരണം, ഇവരെ എല്ലാ പ്രാവശ്യവും രക്ഷപ്പെടുന്നു. എന്തുകൊണ്ടാണ് രക്ഷപ്പെടുന്നത്? പറയുന്നു, ഇവർ അവരുടെ നമസ്കാരത്തിൽ വളരെയധികം വിലപിക്കുന്നവരാണ്, കരയുന്നവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മലിക് സാഹിബ് പറയുന്നു, ഞാൻ പറഞ്ഞു, അല്ലാമ സാഹിബ് ഈ കാര്യം താങ്കൾ എനിക്ക് എഴുതി നൽകുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിന്? എന്നിട്ട് പഞ്ചാബിയിൽ പറഞ്ഞു, ഇന്ന് ഞാൻ നിനക്ക് എഴുതി നൽകും, നാളെ നീ അത് കൊണ്ടുപോയി പത്രത്തിൽ പ്രസിദ്ധീകരിക്കും. അർത്ഥം ഇതാണ്, ഇവർക്ക് ഈ കാര്യം അംഗീകരിക്കേണ്ടതായി വന്നു. അഹമ്മദികളുടെ വിലാപങ്ങൾ, കരച്ചിൽ, അത് അഹമ്മദികൾക്ക് എപ്പോഴും പ്രയോജനം ചെയ്യുന്നു. അള്ളാഹു അവരുടേത് കേൾക്കുന്നു. നമ്മൾ തെറ്റാണെന്ന് അവർ വിശ്വസിക്കുന്നു, എന്നിട്ടും അള്ളാഹു നമ്മുടേത് കേൾക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അള്ളാഹുരുടെ കണ്ണുകൾ തുറക്കുമാറാകട്ടെ. ഈ സമൂഹത്തെ ഇവർ തെറ്റായ മാർഗത്തിൽ നയിച്ചിരിക്കുന്നു, മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കൗമിനെ ഇവരുടെ കളവിൽ നിന്നും വഞ്ചനയിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. മുആവിൻ നാസിർ സിയാഫത്താണ് ഉസാമ സാഹിദ് സാഹിബ്. അദ്ദേഹം പറയുന്നു, മലിക് മുനവർ അഹമ്മദ് ജാവേദ് സാഹിബ് ഉന്നതമായ സംഘാടന പാഠമുള്ള ആളായിരുന്നു. രാത്രികൾ എഴുന്നേറ്റ് ദാറുസിയാഫത്തിൽ വരുമായിരുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ കാലാവസ്ഥ അനുസരിച്ച് ചായയും മുട്ടയും എല്ലാം തന്നെ നൽകുമായിരുന്നു. ഉദ്യോഗസ്ഥരോട് വളരെ അനുകമ്പയും വാത്സല്യമുള്ള പെരുമാറ്റമായിരുന്നു. എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് അറിയുമായിരുന്നു. നിശബ്ദമായി അവരെ സാമ്പത്തികമായി പോലും സഹായിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരുമകൻ നദീം സാഹിബ് പറയുന്നു, ഇദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ കൂടിയാണ്. മലിക് സാഹിബ് ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ഇതാണ്, എപ്പോഴും അദ്ദേഹം നമസ്കാരത്തെക്കുറിച്ച് പറയുമായിരുന്നു. അതുപോലെ തന്നെ ഖിലാഫത്തുമായിട്ടുള്ള സ്നേഹം, അതുമായുള്ള ആത്മാർത്ഥതയെക്കുറിച്ച് ഉപദേശിക്കുമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, റിട്ടയർമെന്റിന് ശേഷം ഒരിക്കൽ ഞാൻ തീരുമാനിക്കുകയുണ്ടായി, കാരണം ഞാനിപ്പോൾ റിട്ടയർ ആയിരിക്കുന്നു, അതുകൊണ്ട് ഐച്ഛിക ചന്തകൾ പകുതിയാക്കാം. അലവൻസ് അതെല്ലാം തന്നെ ഇപ്പോൾ ലഭിക്കുന്നില്ല,
അതുകൊണ്ട് ഞാൻ എന്റെ വാഗ്ദാനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കി കിടന്നുറങ്ങി. രാത്രിയിൽ പറയുന്നു, ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി അള്ളാഹു എന്റെ അടുത്ത് വന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു എന്നോട് പറഞ്ഞു, ഞാൻ സർവ്വലോകത്തിന്റെയും അള്ളാഹുവാണ്. നീ നിന്റെ ചന്ത പകുതിയാക്കിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. വരൂ, ഞാൻ നിനക്ക് പ്രപഞ്ചത്തെ കാണിച്ചു തരാം. അള്ളാഹു എനിക്ക് അവന്റെ പർവ്വതങ്ങളും തോട്ടങ്ങളും താഴ്വരകളും എല്ലാം കാണിച്ചു തരികയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇതിന്റെ എല്ലാം ഉടമസ്ഥനാണ്, പിന്നെ നീ എന്തിനാണ് വ്യാകുലപ്പെടുന്നത്? ഏതുവരെ എന്നാൽ ഈ വാക്കുകൾ ഞാൻ കേട്ടു. അപ്പോൾ എന്റെ കണ്ണുകൾ തുറന്നു. ഞാൻ ചന്ത പകുതിയാക്കുക എന്നുള്ള തീരുമാനം അത് ഉപേക്ഷിച്ചു. പിന്നീട് അതേപോലെ തന്നെ ചന്ത നൽകാൻ തുടങ്ങുകയും ചെയ്തു. ഇതിന്റെ ഭാര്യ പറയുകയാണ്, വഖഫ് ജിന്ദഗി ആവുന്നതിനു മുമ്പ് അദ്ദേഹം കച്ചവടം നടത്തുമ്പോൾ ഒരുപാട് തുക പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പുതപ്പ് പുതച്ച് രാത്രി തണുപ്പുള്ള രാത്രിയിൽ പുറത്തു പോകുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, ഇപ്പോൾ ഏതെങ്കിലും ആവശ്യക്കാരൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാൾ ആവശ്യക്കാരനായിരിക്കും. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരാളെ കാണുകയുണ്ടായി. അദ്ദേഹം വളരെയധികം പരവശനായിരുന്നു. ചോദിച്ചു, എന്താണ് കാര്യമെന്ന്. അപ്പോൾ പറഞ്ഞു, മാതാവ് രോഗിയാണ്, പണം ഇല്ല. മുഴുവൻ തുകയും അയാൾക്ക് നൽകുകയുണ്ടായി. അങ്ങനെ തിരിച്ചു വരികയുണ്ടായി. മുഅവിൻ നാസിർ സിയാഫത്താണ്. ആസിഫ് സാഹിബ് പറയുന്നു, ചില സമയത്ത് റഷ് കൂടുതലായത് കാരണം അതിഥികൾക്ക് താമസ സൗകര്യത്തിൽ പ്രയാസങ്ങളുണ്ടാകും. ചില അതിഥികൾ തുറന്ന നിലയിൽ, ചിലർ ഓഫീസിൽ വന്നുകൊണ്ടും വളരെ ശക്തമായ വാക്കുകൾ പറയും. എന്നാൽ അദ്ദേഹം വളരെ പുഞ്ചിരിച്ച മുഖത്തോടുകൂടി അവരോട് സംസാരിക്കും. ചില സമയത്ത് ഞാൻ അദ്ദേഹത്തെ കൈകൂപ്പിക്കൊണ്ട് അദ്ദേഹം മാപ്പ് പറയുന്നതായി കണ്ടിട്ടുണ്ട്. മർഹൂം ഏതൊരു അതിഥികളോടാണോ മാപ്പ് ചോദിക്കുന്നത് അവരിൽ ചിലർ അദ്ദേഹത്തിന്റെ കുട്ടികളുടെ പ്രായം ഉള്ളവരായിരുന്നു. ഒരിക്കൽ അതിഥികൾ പോയതിനു ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മലിക് സാഹിബ്, എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായി. താങ്കൾ ഒരു കുട്ടിയോട് കൈകൂപ്പി മാപ്പ് പറയുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, നിനക്കെന്തിനാണ് പ്രയാസം? കൈകൾ ഞാനല്ലേ കൂയത്, നീയല്ലല്ലോ. ഓർത്തുകൊള്ളുക, ആരുടെ മെഹമാനാണോ, ആരുടെ അതിഥിയാണോ ഇവർ, അതായത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം, അദ്ദേഹം അതിഥികളെ തൃപ്തരാക്കുന്നതിനു വേണ്ടി ശൂന്യമായ കാലുകൾ കൊണ്ട് ഓടി അവരെ അനുനയിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഒരിക്കൽ ആസിഫ് സാഹിബ് പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ ഓഫീസിലിരിക്കുകയായിരുന്നു. അദ്ദേഹം എനിക്കൊരു സംഭവം കേൾപ്പിച്ചു. ഒരു മുതിർന്ന ആൾ വളരെ ദേഷ്യത്തോടു കൂടി ഓഫീസിൽ വന്നു. എന്നിട്ട് പഞ്ചാബിൽ ചോദിച്ചു, നീയാണോ മലിക് മുനവർ ജാവേദ്? നീ തന്നെയാണോ മലിക് മുനവർ ജാവേദ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് മലിക് മുനവർ ജാവേദ്. അപ്പോൾ ആ മുതിർന്ന അതിഥി എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് പഞ്ചാബിൽ ചോദിച്ചു, ഇത് നിന്റെ വാപ്പയുടെ ലങ്കർഖാനയാണോ? അപ്പോൾ മലിക് സാഹിബ് പറഞ്ഞു, ഇത് എന്റെ വാപ്പയുടെ ലങ്കർഖാനയല്ല, ഇത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ലങ്കർഖാനയാണ്. എന്റെയും താങ്കളുടെയും പിതാവായ മസീഹ് മൗഊദ് ഇസ്ലാം ലങ്കർഖാനയാണ്. അദ്ദേഹം ഈ മറുപടി കേട്ട് തൃപ്തനായി. അദ്ദേഹം അവിടെ ഇരുന്നു. എന്നിട്ട് തന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയുണ്ടായി. ചില സമയത്ത് അതിഥികളും പരിധികൾ ലംഘിക്കാറുണ്ട്. പരാതികൾ ലഭിക്കുന്നു, ദാറുസിയാഫത്ത് ഇങ്ങനെ പെരുമാറി, അങ്ങനെ പെരുമാറി. എന്നാൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നു അതിഥികളിലും ക്ഷമയില്ല എന്ന്. തീർച്ചയായും നമ്മൾ അവരുടെ അതിഥികളെ ആദരിക്കണം. എന്നാൽ അതിഥികളും ഉന്നത സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കണം. എന്നിട്ട് എന്തൊക്കെയാണോ സാഹചര്യമുള്ളത് അതനുസരിച്ച് സംഘാടകരുമായി സഹകരിക്കണം. ഏതായിരുന്നാലും മലിക് സാഹിബ് തന്റെ വഖഫിനോടുള്ള കടമകൾ നിറവേറ്റി. ഞാൻ നാസിറാലായിരുന്നപ്പോൾ, അപ്പോൾ ഞാൻ നാസിർ സിയാഫത്തുമായിരുന്നു, ഇദ്ദേഹം നായിബ് നാസിർ സിയാഫത്തായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ജമാഅത്തി ഈ ധനം വളരെ വേദനയോടുകൂടി ഉപയോഗിക്കുന്ന ആളായിരുന്നു. സത്യമായ കാര്യം പറയുന്നത് ഒരിക്കലും അദ്ദേഹം വിട്ടുനിൽക്കുമായിരുന്നില്ല. അദ്ദേഹം എന്റെ നായിബായിരുന്നു. എന്നാൽ ജമാഅത്തിന്റെ പ്രയോജനത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ല നിലയിൽ മറ്റൊരു കാര്യമാണ് മെച്ചപ്പെട്ടതെന്ന് തോന്നുന്നുവെങ്കിൽ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു വിധത്തിലുള്ള വിഷമവും കൂടാതെ എന്റെ അഭിപ്രായത്തിന് എതിരിൽ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന് പറയുമായിരുന്നു. ഇത് തന്നെയാണ് ഓരോ വഖഫ് സിന്ദഗിക്കും ഉണ്ടായിരിക്കേണ്ടത്. തന്റെ അഭിപ്രായം അദബിന്റെ ആ വൃത്തത്തിൽ നിന്നുകൊണ്ട് ശരിയായ രീതിയിൽ സമർപ്പിക്കുക. ഖിലാഫത്തുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത അദ്ദേഹത്തിന്റെ ഓരോ കത്തുകളിൽ നിന്നും പ്രകടമായിരുന്നു. അതുപോലെ തന്നെ മൂലാക്കത്തിന്റെ അവസരത്തിൽ എപ്പോഴാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് അത് പ്രകടമാകുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ.
അദ്ദേഹത്തിന് ഉന്നത സ്ഥാനം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുകയും അദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്തുള്ള ഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ ബഹുമാനപ്പെട്ട പ്രൊഫസർ മുനവർ ഷമീം സാഹിബിന്റേതാണ്. മെഹബൂബ ആലം സാഹിബിന്റെ മകനാണ്. ഫെബ്രുവരി 16 81 വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ പിതാവ് ഷെയ്ഖ് മെഹബൂബ് ആലം ഖാലിദ് സാഹിബ് ആയിരുന്നു. അദ്ദേഹം ടി എ കോളേജിൽ ആദ്യം പ്രൊഫസറായിരുന്നു. പിന്നീട് ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ഇദ്ദേഹത്തെ നാസിർ ബൈത്തുൽ മാലായി നിയമിച്ചു. വളരെ ദീർഘകാലം അദ്ദേഹം നാസിർ ബൈത്തുൽ മാല അഹമ്മദ് ആയിരുന്നു. ഹദരത്ത് ഖലീഫ് മസീഹ് റാബി ഇദ്ദേഹത്തെ നിയമിച്ചു. ഷമീം ഖാലിദ് സാഹിബിന്റെ മൂത്ത മകനായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ ഷാഹിദ മുനവർ സാഹിബാണ്. ആദ്യ വഫാത്തായി ഒരു മകനുണ്ട്, ഖാലിദ് അഹമ്മദ് ഷാഹി സാഹിബ്. അദ്ദേഹം ഇപ്പോൾ കാനഡയിലാണ് താമസിക്കുന്നത്. 1964 ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് പ്രിൻസിപ്പളായിരുന്നപ്പോൾ സദർ അഞ്ജുമൻ അഹമ്മദിയ കൂടിയായിരുന്നു. അന്ന് അദ്ദേഹം മുനവർ ഷമീം സാഹിബിന്റെ വിവാഹം മസ്ജിദ് മുബാറക്കിൽ വെച്ച് നടത്തി. അന്ന് ഖലീഫത്തുൽ മസീഹ് സാലിസ് മിർസ നാസർ സാഹിബ് ഈ വാചകം പറയുകയുണ്ടായി: പ്രൊഫസർ മുഹമ്മദ് ഷമീം ഖാലിദ് സാഹിബ് എന്റെ അടുത്ത സുഹൃത്തായ മെഹബൂബ് ആലം സാഹിബിന്റെ മകനാണ്. അദ്ദേഹം എന്റെ മക്കളെ പോലെ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഖലീഫത്തുൽ മസീഹ് സാലിസിന് വളരെ അടുത്ത ബന്ധമാണ് ഇദ്ദേഹത്തിന്റെ പിതാവുമായിട്ടുണ്ടായിരുന്നത്. മജ്ലിസ് അൻസാറുള്ള മർക്കസിയ പാകിസ്ഥാനിൽ ഇദ്ദേഹത്തിന്റെ സേവനം 28 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. കോളേജ് നാഷണലൈസ് ആകുന്നതുവരെ അദ്ദേഹം ടി ഐ കോളേജിൽ പ്രൊഫസറായിട്ടുണ്ടായിരുന്നു. പിന്നീട് നാഷണലൈസ് ആയതിനു ശേഷവും ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ കാലം അദ്ദേഹം ഈ കോളേജിൽ തന്നെയാണ് കഴിച്ചുകൂട്ടിയത്. മുനവർ ഷമീം ഖാലിദ് സാഹിബിന്റെ രണ്ടാമത്തെ ഭാര്യ ഷാഹിദ സാഹിബ വിവരിക്കുകയാണ്. ഈ കാര്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം ജഫർ ആലം സാഹിബിന്റെ മകനായിരുന്നു. ഇദ്ദേഹത്തിന്റെ മൗലവി ഫർസന്ത് അലി സാഹിബ് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. ഖാൻ സാഹിബ് മൗലവി സദർ സാഹിബ് അദ്ദേഹം മുമ്പ് ഫസൽ മസ്ജിദ് ലണ്ടനിലെ ഇമാമു കൂടിയായിരുന്നു. നാസിർ ബൈത്തുൽ മാലുമായിട്ടുണ്ട്. മുനവർ ഷമീം ഖാലിദ് സാഹിബ് ഒരുപാട് ഗുണങ്ങളുള്ള ആളായിരുന്നു. ഏറ്റവും കാര്യത്തിൽ ഖലീഫയോടുള്ള സ്നേഹവും അനുസരണവുമായിരുന്നു. ഖുത്ബകൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അതിന്റെ പോയിന്റുകൾ എടുക്കുകയും ചെയ്യുമായിരുന്നു. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന, തഹജ്ജുദ് നമസ്കരിക്കുന്ന, ജമാഅത്തായ നമസ്കാരത്തിൽ ശ്രദ്ധയുള്ള ആളായിരുന്നു. രോഗം കാരണം പള്ളി പോകാൻ സാധിക്കാത്തപ്പോൾ വളരെ വിഷമമുണ്ടായിരുന്നു. എപ്പോഴും ഇത് പറയുമായിരുന്നു, പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല. അദ്ദേഹം തന്റെ രോഗത്തിന്റെ അവസ്ഥയും വളരെ ധൈര്യത്തോടുകൂടി ക്ഷമയോടുകൂടി കഴിച്ചുകൂട്ടി. ഒരിക്കലും ഛേ എന്നുപോലും പറഞ്ഞില്ല. ഒരിക്കലും അത്തരത്തിലുള്ള വാക്കുകൾ നാവിൽ കൊണ്ടുവന്നില്ല. എപ്പോഴും അൽഹംദുലില്ലാ എന്നാണ് നാവിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായിരുന്നു. വളരെ നിശബ്ദമായി അദ്ദേഹം സേവനം ചെയ്യുമായിരുന്നു. അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ള വാത്സല്യമുള്ള ആളായിരുന്നു. എന്നെയും അദ്ദേഹം കോളേജിൽ കുറച്ചുകാലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ അമീറെ മക്കാമിയും നാസിറാലയുമായിരുന്നപ്പോൾ വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടി അദ്ദേഹം എന്നോട് പെരുമാറുകയുണ്ടായി. ഒരിക്കലും ഈ ഒരു ചിന്ത പോലും ഉണ്ടാക്കിയില്ല, താങ്കൾ ഒരു കാലത്ത് എന്റെ വിദ്യാർത്ഥിയായിരുന്നു. നിസാമെ ജമാഅത്തെയും നിസാമെ ഖിലാഫത്തിനെയും അങ്ങേയറ്റം പിന്തുടരുന്ന ആളായിരുന്നു. ഖിലാഫത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ബന്ധം, അദ്ദേഹത്തിന്റെ പ്രകടനം അസാധാരണമായ നിലയിലുള്ളതായിരുന്നു. അള്ളാഹു അദ്ദേഹത്തോട് കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ. തന്റെ പ്രിയപ്പെട്ടവരുടെ കാൽച്ചുവട്ടിൽ ഇടം നൽകുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ സംതൃപ്ത കുടുംബത്തിനും ഇദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്തുവാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം രണ്ടുപേരുടെയും ജനാസ ഗായിബ് ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر